Hello everyone and welcome. In this video we are going to discuss one essay on Earth as in the heavens. It was written by Neil deGrasse Tyson. You can see this essay in the second semester EIC English for Science. And Tyson is an American writer, an astronomer, and he has made science popular through his books and his frequent appearances on radio and television. He was born in 1958. And this particular essay was published in the Natural History magazine in the year 2000. And this essay speaks about the universality of physical laws. Physical law, ഫിസിക്സിനകത്ത് വരുന്ന നിയമങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയുന്ന ഒരു എസ്സേയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്, ആൻഡ് ദാറ്റ്സ് വാട്ട് ദി ഓതർ ഈസ് ട്രൈങ് ടു സേ ഇൻ ദിസ് എസ്സേ. ഇപ്പം നമ്മൾ ഫിസിക്സിൻ്റെ ലോ എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റി, ഓക്കെ, ഗ്രാവിറ്റി ദ ലോ ഓഫ് ഗ്രാവിറ്റി ഇറ്റ്സ് സെയിം എവ്രിവെയർ. ഓക്കെ, ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ ഏത് രീതിയിലാണോ ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ if you go to any other planet, you can also do the same equations and find out the gravity of that particular planet and all. So the rule of physics is same everywhere. That's a reality. That's what the author is trying to say in this essay. Then let's just move on to the summary of this essay. How does he start the essay? Before Isaac Newton, people thought that Earth and the sky followed different rules. Many believed that the heavens were too mysterious for humans to understand. So, പണ്ടുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേക്കാം ഈ ബിഫോർ ഐസക് ന്യൂട്ടൺ, ഫോർ എക്സാമ്പിൾ, ഭൂമിയിലുള്ള റൂൾസും അതുപോലെ ഹെവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഹെവനിലുള്ള റൂൾസും അല്ലെങ്കിൽ ഈ സ്പേസിനകത്ത് വരുന്ന റൂൾസും എല്ലാം different ആണ്. So earth isn't completely different from other things like the stars and the sun, and we see some other planets in the space. So we didn't understand what exactly those things were. നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈ ഹെവനിലുള്ള ഈ സാധനങ്ങൾ എന്താണ് എന്നൊന്നും. ഇറ്റ് വാസ് വെരി മിസ്റ്റീരിയസ്, ടു മിസ്റ്റീരിയസ് ഫോർ us to understand. നമ്മൾ വിചാരിച്ചത് അതൊരു വ്യത്യസ്തമായൊരു ലോകമാണ്, ഭൂമി മറ്റൊരു ലോകമാണ്, ഭൂമിയിലുള്ള റൂൾസ് അല്ല അവിടെ, ഓക്കെ, ദ റൂൾസ് ആർ ഡിഫറെൻറ്റ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ തിങ്ക് വി ഹാവ് ഗോട്ട് സോ മെനി സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് ഓൾസോ റിലേറ്റഡ് ടു ദീസ് ഹെവൻലി ഒബ്ജക്ട്സ്, റൈറ്റ്, ദ തിങ്സ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദി സ്പേസ്. സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് പ്ലാനറ്റ്സായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമുക്കൊരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്, യു നോ ദാറ്റ്. അപ്പം അതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് ദോസ് തിങ്സ് വെയർ. അങ്ങനെയാണ് അതുണ്ടായത്. ഓക്കെ, ബട്ട് ന്യൂട്ടൺ ചേഞ്ച്ഡ് ദിസ് ബൈ ഡിസ്കവറിംഗ് ദാറ്റ് ദ സെയിം ഫോഴ്സ്, ദാറ്റ്സ് ഗ്രാവിറ്റി, കൺട്രോൾസ് എവറിഥിങ്. ഹി ഷോ ദാറ്റ് ദ ഫോഴ്സ് പുള്ളിങ് apples to the ground is the same force that makes moon go around earth and planet move around the sun. So with the arrival of Newton, we could understand നമ്മുടെ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആപ്പിൾ തലയിൽ വീണപ്പോൾ ഈ ഭൂമിയുടെ ഗ്രാവിറ്റി മനസ്സിലാക്കിയതുപോലെ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് ഈ സെയിം ഗ്രാവിറ്റിയാണ് മൂൺ, ഫോർ എക്സാമ്പിൾ, ചന്ദ്രനെ ഭൂമിയുടെ ആ ഒരു എന്താ പറയുക, ആ ഓർബിറ്റിനകത്ത് നിർത്തുന്നത്. ഭൂമിയുടെ ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. സോ ചന്ദ്രനെ ഭൂമിയുടെ ചുറ്റിൽ നിന്നും പോകാതെ, ഡ്രിഫ്റ്റ് ചെയ്ത് പോകാതെ അവിടെ തന്നെ നിലനിർത്തുന്ന സാധനം ഗ്രാവിറ്റിയാണ്. എന്നാൽ അതുപോലെ തന്നെ ഈ സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. ഈ ഭൂമിയെ സൂര്യൻ്റെ ആ ഭ്രമണപഥത്തിൽ, ആ ഓർബിറ്റിനകത്ത് നിർത്തുന്നതും ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഗ്രാവിറ്റി, സൂര്യൻ്റെ ഗ്രാവിറ്റി ഇല്ലാച്ചെങ്കിൽ ഭൂമി അവിടെ നിൽക്കില്ല, ഭൂമി ഏതോ സ്പേസിലൂടെ അങ്ങനെ ചിലപ്പം കറങ്ങിപ്പോകും. സോ ദിസ് ഈസ് ദ ഗ്രാവിറ്റി വിച്ച് കൺട്രോൾസ് എവറിത്തിങ്. ഓക്കെ, ഗ്രാവിറ്റി അപ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല ഉള്ളത്, എല്ലായിടത്തും, സ്പേസിലുള്ള എല്ലായിടത്തും ഗ്രാവിറ്റി ഉണ്ട്.
ഇതാണ് ഈ യൂണിവേഴ്സിനെ തന്നെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് വിത്ത് ദി അറൈവൽ ഓഫ് ന്യൂട്ടൺ. And then he says, our author says, this Tyson says that, but some religious people didn't like this because they thought it left no work for God. But Newton's discovery helped us understand how everything in space moves in a predictable way. പക്ഷേ ചില റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ന്യൂട്ടന്റെ ഈ ഡിസ്കവറി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെന്തിന് ദൈവം എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. ഓക്കെ, സോ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, ഇറ്റ് ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഗോഡ് എന്ന് വിശ്വസിച്ച ആളുകൾ സ്വാഭാവികമായിട്ടും ഇത്തരം സയൻറ്റിഫിക് ഡിസ്കവറീസിനെ അവർ എതിർക്കും. ദേ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ന്യൂട്ടൻ്റെ ഡിസ്കവറിയെയും പല ആളുകളും ഇതേ രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു എന്ന് ടൈസൺ പറയുന്നുണ്ട്. And then scientists discovered that the same rules of physics apply everywhere in the universe. One big breakthrough came when they used prism to study sunlight. Prisms break light into different colors, and these colors can tell us what something is made of. സയൻറ്റിസ്റ്റുകൾ നടത്തിയൊരു വലിയൊരു ബ്രേക്ക് ത്രൂ. ഇപ്പോൾ യൂണിവേഴ്സിലുള്ള എല്ലാം ഒരേ എലമെൻറ്റുകൾ കൊണ്ട് തന്നെയാണ് എല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ഇവർ പ്രിസം എന്ന് നമുക്കറിയാലോ. പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ സൺലൈറ്റ് കടത്തി വിടുക എന്നുള്ള അങ്ങനെ വിട്ടുകൊണ്ട് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്. സോ ഡെഫിനറ്റ്ലി വാട്ട് ഹാപ്പൻസ് വെൻ വി let the light go through the prism, the lights will split into different colors, right? So ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ആക്ച്വലി എവിടെ നിന്നാണോ ആ ലൈറ്റ് വരുന്നത്, ആ ലൈറ്റിൻ്റെ സോഴ്സിനകത്തുള്ള എലമെൻറ്റുകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താൻ പറ്റും. ദാറ്റ് വാസ് ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ലൈറ്റുകളുടെ ഇടയിൽ ഒരു കൈൻഡ് ഓഫ് ലൈന് വരും എന്നാണ് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ വരും. ആ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ വരാൻ കാരണമായ ഒരു എലമെൻറ്റ് ആ ലൈറ്റ് വന്ന് സോഴ്സിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിലൂടെ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. വെൻ സയൻറ്റിസ്റ്റ് ലുക്ക്ഡ് അറ്റ് ദ സൺസ് ലൈറ്റ് ദേ ഫൗണ്ട് ദ സെയിം കെമിക്കൽ എലമെൻറ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് അയൺ ദാറ്റ് എക്സിസ്റ്റ് ഓൺ എർത്ത്. So they had done some experiments in their labs first initially. ഈ ഹൈഡ്രജനും ഓക്സിജനും അയണും അതിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റുകൾ ഏത് രീതിയിലാണ് പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അവർ ആദ്യം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പ്രിസത്തിലൂടെ കടത്തിവിട്ട ലൈറ്റിന് വന്ന അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൺലൈറ്റ് പ്രിസത്തിലൂടെ കടത്തിവിട്ടപ്പോഴും അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. സോ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ദിസ് വാസ് എൻ എക്സൈറ്റിംഗ് ഡിസ്കവറി. ഇറ്റ് ഷോഡ് ദാറ്റ് ഈവൻ ദോ ദ സൺ ലുക്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം എർത്ത്, ബോത്ത് ആർ മെയ്ഡ് ഓഫ് ദ സെയിം ബേസിക് മെറ്റീരിയൽസ്. മനസ്സിലായോ? അപ്പം സൂര്യനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം എർത്ത്. ഇപ്പം നമ്മൾ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ചേക്കാം സൂര്യനെ കാണുമ്പോൾ. പക്ഷേ സൂര്യനാണെങ്കിലും എർത്ത് ആണെങ്കിലും എല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സെയിം മെറ്റീരിയൽസുകൾ, സെയിം എലമെൻറ്റുകൾ വെച്ചിട്ടാണുള്ളത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ദ കൺക്ലൂഷൻ ഇസ് ദാറ്റ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ദ സെയിം സയൻറ്റിഫിക് റൂൾസ് വർക്ക് എവ്രിവെയർ, ഈവൻ ഫാർ ഔട്ട് ഇൻ ദ സ്പേസ്. എത്ര ദൂരെയുള്ള പല ഒബ്ജക്റ്റുകളാണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം ഒരേ എലമെൻറ്റുകൾ കൊണ്ട് തന്നെയാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇത് ഹീലിയം ലൈറ്റ് നിങ്ങളൊരു പ്രിസത്തിലൂടെ കടത്തി വിടുമ്പം വരുന്ന ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റാണ് അവർ നടത്തിയത്. ഇപ്പോൾ ഹീലിയത്തിനെ കുറിച്ച് പ്രത്യേകം വേറൊരു കാര്യം പറയാണ്ട്, ഈ ഹീലിയം എന്ന് പറയുന്ന ഈ ലൈറ്റ് അവർ ആദ്യം സണ്ണിലാണ് അവർ കാണുന്നത്. ഓക്കെ, സയൻറ്റിസ്റ്റ് ഫൗണ്ട് ദാറ്റ് when they studied the sunlight they saw pattern of chemical that had never been found on earth before.
എർത്തിൽ കാണാത്ത ഒരു പാറ്റേൺ, എർത്തിൽ അവർ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പം കണ്ടെത്താത്ത ഒരു എലമെൻറ്റ് അവർ സൺലൈറ്റിനകത്ത് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആദ്യം കണ്ടെത്തുന്നത് സണ്ണിലായതുകൊണ്ട് അത് നെയിംഡ് ഹീലിയം. ഓക്കെ, അത് ഗ്രീക്കിൽ ഇതിന് സണ്ണിന് ഇങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. സോ ദേ ഗേവ് ദ സെയിം നെയിം ടു ദാറ്റ് പെർട്ടിക്കുലർ എലമെൻറ്റ്, ഹീലിയം. പക്ഷേ അന്ന് സയൻറ്റിസ്റ്റ് വിചാരിച്ചത് എന്താ, ഹീലിയം സൂര്യനിലുള്ള ഒരു എലമെൻറ്റ്, അത് ഭൂമിയിലില്ല. അപ്പോൾ ഭൂമിയിലില്ലാത്തൊരു സാധനം അവിടെ സ്പേസിലുണ്ട് എന്നവർക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ സയൻറ്റിസ്റ്റ് ഫൈനലി ഫൗണ്ട് ഹീലിയം ഓൺ എർത്ത് ടു. Okay, this made helium the only element that was discovered in space before being found on our planet. അപ്പം ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുൻപ് ആദ്യം സൂര്യനിൽ അല്ലെങ്കിൽ സ്പേസിൽ കണ്ടെത്തിയ ഒരു എലമെൻ്റ് ആണ് ഹീലിയം. ഓക്കെ, അപ്പം ഹീലിയത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ അവർ ആദ്യം കാണുന്നത് സൂര്യനാണ്. സൺലൈറ്റിലുള്ള ഒരു ഇത് ഒബ്സർവ് ചെയ്തപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ അവർ കാണുന്നത്. പക്ഷേ അത് ഭൂമിയിൽ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഭൂമിയിലും ഈ ഹീലിയം കണ്ടെത്തുന്നുണ്ട്. അത് ആ ഒരു നമ്മുടെ അസംഷൻ ഒന്നും കൂടി സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, ഇവിടെയുള്ള എല്ലാ എലമെൻ്റ് തന്നെയാണ് അവിടെയുള്ളത്, സ്പേസിലുള്ളത് എന്നുള്ളത് നമുക്ക് അതോടുകൂടി ഏകദേശം ഉറപ്പായി. സോ ദ തിങ് ഈസ് ദാറ്റ് ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മാത്രമല്ല, ഇപ്പോൾ സൂര്യനിലുള്ള പ്രകാശം ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് സൂര്യനിൽ ഇത്രയും എലമെൻ്റ് ഉണ്ട്, ഭൂമിയിലുള്ള പോലെ തന്നെയാണ് എന്ന് മനസ്സിലായി. സോ അപ്പം നമ്മുടെ ഈ സോളാർ സിസ്റ്റം നമ്മുടെ സൂര്യനിലും ഇതിന് ചുറ്റുമുള്ള ഈ പ്ലാനറ്റിൽ മാത്രമല്ലുള്ളത്, ഇതേ റൂൾ തന്നെയായിരിക്കും മറ്റു ഗാലക്സികളിലും മറ്റു ഇതുപോലെയുള്ള സോളാർ സിസ്റ്റം പോലെയുള്ള ഈ എന്താ പറയുക നക്ഷത്രം അതിൻ്റെ ചുറ്റുമുള്ള പ്ലാനറ്റുകളിലെല്ലാം ഉണ്ടാകുന്നതും ഈ സെയിം റൂളായിരിക്കും. ഓക്കെ, ഇതേ സെയിം എലമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും അതും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ അവർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റ് ഗാലക്സികളിൽ വരുന്ന ലൈറ്റ് എല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായത് തന്നെയാണ്, ദേ ഫൗണ്ട് ദ സെയിം കെമിക്കൽ എലമെൻറ്റ്സ് ആൻഡ് സോ ദാറ്റ് ഈവൻ ഡിസ്റ്റൻറ്റ് സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് ഫോളോ ദ സെയിം റൂൾസ് ഓഫ് ഗ്രാവിറ്റി. ദ ഫർദർ അവേ ദേ ലുക്ക്ഡ്, ദ ഫർദർ ബാക്ക് ഇൻ ടൈം ദേ കുഡ് സീ. അപ്പം ഇനി അതിൽ നിന്ന് നക്ഷത്രങ്ങളെയൊക്കെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല നക്ഷത്രങ്ങളുടെ ലൈറ്റും ഭൂമിയിലേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്രം, നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാണുന്ന നക്ഷത്രം, അത് ശരിക്കും ഞാൻ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ അല്ല കാണുന്നത്. ആക്ച്വലി ആ ലൈറ്റ് ഈ ട്രാവൽ ചെയ്ത് ഭൂമിയിലെത്താൻ ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒക്കെ പ്രകാശവർഷം എടുക്കുന്നുണ്ട് ആ ലൈറ്റ് ഭൂമിയിലെത്താൻ. അത്ര അകലെയാണ് ആ നക്ഷത്രം കിടക്കുന്നത്. സോ അപ്പോൾ ആ ലൈറ്റ് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പ്രകാശവർഷം എടുത്ത് ഭൂമിയിലെത്തി. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ കാണുന്ന ആ ലൈറ്റ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് വന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ലൈറ്റ് ഇപ്പം ഇവിടെ എത്തിയ ആ ലൈറ്റാണ്. അപ്പം ദാറ്റ് ലൈറ്റ് ഈസ് വെരി ഓൾഡ്, വളരെ ഓൾഡായിട്ടുള്ള ലൈറ്റാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് ആക്ച്വലി. അപ്പം ആ ലൈറ്റിനകത്ത് നിന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ് പ്രിസത്തിലൂടെ, അതിൻ്റെ ലൈറ്റ് നമുക്ക് കടത്തി വിടുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോഴും ഈ സെയിം ആയിട്ടുള്ള എലമെൻ്റ് തന്നെയാണ് അതിനകത്ത് കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നും ഇവിടെ ഇത്തരം എലമെൻറ്റുകളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റൂൾ ഓഫ് യൂണിവേഴ്സ് ഒരിക്കലും ചേഞ്ച് ചെയ്തിട്ടില്ല, പണ്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും. ദാറ്റ്സ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, then space is very different from Earth and things can behave in unexpected ways. ഇപ്പോൾ ഭൂമി അതുപോലെ സ്പേസിലുള്ള മറ്റ് പ്ലാനറ്റ്സും നക്ഷത്രങ്ങളെല്ലാം ഒരേ എലമെൻ്റ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ പോലും it's different from Earth. Okay, space is different from Earth, so sometimes it can behave in unexpected ways. And scientists once saw a strange light from space cloud, like nebulae, and thought they had discovered a new element, which they named nebulium. Later they realized it was actually oxygen, but because space is so empty, atoms don't bump into each other often, making it behave differently than
it does on Earth. So this discovery showed that even familiar elements can act in surprising ways in space. So സ്പേസിൽ നമ്മളെ ഭൂമിയിൽ കാണുന്ന പല എലമെൻറ്റുകളും ചില സമയത്ത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ ഈ ഒരു ബിഹേവിയർ കണ്ടിട്ട് നമ്മൾ അത് ഡിഫറെൻ്റ് ആണെന്ന് വിചാരിച്ചു പോകരുത്. ഓക്കെ, ഇവിടെ ഇല്ലാത്ത സാധനം എലമെൻറ്റിലാണ് അവിടെ ഉള്ളതെന്ന് വിചാരിച്ചു പോകരുത്. ഫോർ എക്സാമ്പിൾ, ഈ സ്പേസിനകത്തുള്ള ഒരു ക്ലൗഡ് ലൈക്ക് സാധനമാണ് ഇപ്പം നെബ്യുല, ആൻഡ് സിംഗുലർ ആണെങ്കിൽ നെബ്യുലൈ എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഈ നക്ഷത്രങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞാൽ, നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവശേഷിപ്പൊക്കെ അങ്ങനെ ഒരു ക്ലൗഡ് രൂപത്തിലായി നിൽക്കുന്നതാണത്. ഈ ഇത്തരം ക്ലൗഡുകൾ തന്നെയാണ് ഈ ഒരു നക്ഷത്രം, പുതിയൊരു നക്ഷത്രം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ അത് ഇവർ ഒബ്സർവ് ചെയ്തപ്പം അവർ പുതിയൊരു എലമെന്റ് കണ്ടതായിട്ട് ദേ ഹാഡ് ഫെൽറ്റ്, ദേ നെയിംഡ് ഇറ്റ് നെബ്യൂലിയ. പക്ഷെ ലേറ്റർ ആണ് അവർക്ക് മനസ്സിലായി, അപ്പം നമ്മൾ ആദ്യം ഇനീഷ്യലി കാണുന്നതായിരിക്കില്ല യാഥാർത്ഥ്യം. സോ വെൻ ദേ സ്റ്റഡീഡ് തെറോലി, അവർക്ക് മനസ്സിലായത് ഇറ്റ് വാസ് ആക്ച്വലി ഓക്സിജൻ. ഓക്സിജൻ ഒരു സ്ട്രേഞ്ച് മാനറിൽ ബിഹേവ് ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്തത്. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആദ്യത്തെ ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു ഒബ്സർവേഷനിൽ തന്നെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. Okay, we have to study things thoroughly, only then the reality will be revealed. And then suppose നമ്മുടെ ഓതർ ടൈസൺ ഒരു സെനാരിയോ നമുക്ക് ഇട്ട് തരാണ്. നമ്മൾ ഇവിടെ മറ്റുള്ള പ്ലാനറ്റിൽ, ഇപ്പോൾ ഏലിയൻസ് ഏതെങ്കിലും മറ്റുള്ള പ്ലാനറ്റിൽ ഏതെങ്കിലും ജീവികൾ ഉണ്ടെന്ന് വിചാരിക്കുക. സോ സപ്പോസ് അവരിങ്ങോട്ട് വരാം, യു മീറ്റ് ദം എന്നുള്ളത് ഇമാജിൻ ചെയ്യാം. So we can understand in such a situation, they will also follow the same laws of physics as we do. So even if their way of life is different, അപ്പോൾ മേ ബി അവരും വേറെ പ്ലാനറ്റിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. സോ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെയുള്ള അതേ ഫിസിക്സ് തന്നെയാണ് അവിടെയുള്ളത്. അവർ ഏത് ഗ്രഹത്തിൽ നിന്ന് വരികയാണെങ്കിലും ഇവിടെയുള്ള അതേ റൂൾ തന്നെയായിരിക്കും അവിടെയും ഉണ്ടാവുക. സോ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് തിങ്സ് എന്നുള്ളതാണ്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ അവിടെയുള്ളത് ഇവിടെയുള്ളതും ഒക്കെ ഒന്നായതുകൊണ്ട് എല്ലാം ഒരേ റൂളിൽ പോകുന്ന ആളുകളായിരിക്കും. സോ മേ ബി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അപ്പം അത്ര സ്ട്രേഞ്ച്നെസ് മൈറ്റ് നോട്ട് ഫീൽ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഏലിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ കസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കാം. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, അവരെയും നമ്മളെയും എല്ലാം ഒരേ ഫിസിക്സും ഒരേ യൂണിവേഴ്സൽ ലോസും ആയിരിക്കും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ദാറ്റ് വിൽ ബി സെർട്ടൈൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ യൂസ് സം കോഡ്സ്. ഓക്കെ, സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ചില ടെക്നിക്കുകൾ വെച്ചിട്ട് നമുക്ക് അവരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ 1970-കളിൽ സയൻറ്റിസ്റ്റ് ഈ ഏലിയൻസിനെ അഥവാ കാണുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്സൊക്കെ അവർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് പയനിയർ 10 and 11, then another Voyager 1 and 2. ഇതിനകത്ത് അവർ ചെറിയ ഗോൾഡൻ ഷീറ്റിൽ കുറേ പിക്ചറുകളും അതുപോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഈ പിക്ചറുകളും മറ്റ് ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ പ്ലേസ് എവിടെയാണെന്നൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള, അതുപോലെ ഹൈഡ്രജൻ അതിൻ്റെയൊക്കെ ചിത്രങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാധനം ആകാശത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഏതെങ്കിലും ഇത് ഏലിയൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം ഇങ്ങനെ എർത്തുണ്ട്. ഓക്കെ, അതിൻ്റെ അവിടെയുള്ള ചില ചിത്രങ്ങളും കാര്യങ്ങളും അതൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും. സോ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രണ്ടാമത്തെ ഈ വോയേജർ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റിനകത്ത് അവർ ഇവിടെയുള്ള ഹാർട്ട് ബീറ്റ്സിൻ്റെ സൗണ്ട്, ഈ വെയിലിൻ്റെ സൗണ്ട്, മറ്റ് ചില മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു വിട്ടത്. സോ ലാംഗ്വേജ് അവർക്ക് നമ്മളുടെ ഡിഫറെൻ്റ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കോമൺ ആയിരിക്കും. സോ ഇതവർ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദേ ക്യാൻ
മേക്ക് എന്നുള്ളതാണ്. പക്ഷേ എനിവേ സംടൈംസ് ചിലപ്പോൾ വേറെ ഇതിൻ്റെ ഒരു ചാലഞ്ച് ഈ സൗണ്ടും മ്യൂസിക്കും ഒക്കെ വിടുന്ന സമയത്ത് സംടൈംസ് മേ ബി അവർക്ക് ചിലപ്പോൾ ചെവി തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ് അതിനകത്ത് ഉണ്ട്. ഓക്കെ, then another thing that he is talking about is some things in nature never change. These are called physical constants. Physical constants എന്ന് പറയുന്ന ചില സംഗതികളുണ്ട്. ചില സാധനങ്ങൾ ഈ നേച്ചറിലുള്ളത് ഒരിക്കലും മാറില്ല. ഓക്കെ, അതിൽ പെട്ട ഒന്നാണ് ലൈക്ക് big G. One important constant is big G, which controls how strong gravity is. If gravity had changed even a little over time, the sun's energy would have been different and life on Earth might not have survived. But scientists have found that big G has stayed the same for billions of years. So, ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫിസിക്സിൽ കുറേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ ലോകളിൽപ്പെട്ട ഒന്നാണ്. ഓക്കെ, ബിഗ് ജി എന്നാണ് അതിന് പറയാം. ഇപ്പോൾ ഗ്രാവിറ്റി ഇപ്പോൾ ഭൂമിയിലും മറ്റുള്ള ഏത് ഗ്രഹം എടുത്ത് നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ സൂര്യൻ എടുത്തു കഴിഞ്ഞാലും ഒക്കെ സെയിം ആണെന്ന് പറയാം. പക്ഷേ ഇപ്പം ചന്ദ്രനിൽ ഭൂമിയുടെ അത്ര ഗ്രാവിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അത് കറക്റ്റ് അല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. അത് ചന്ദ്രനിൽ ഗ്രാവിറ്റി കുറയാൻ കാരണം അതിനൊരു ഗ്രാവിറ്റി നോക്കുന്ന ഒരു എല്ലായിടത്തും ഒരേ ഗ്രാവിറ്റി എന്നല്ല, ഗ്രാവിറ്റിക്ക് കാരണമാകുന്ന ഒരു റൂള് സെയിം ആണ്. ഓക്കെ, ഭൂമിയിൽ ഗ്രാവിറ്റി കൂടാൻ കാരണം മാസും ഗ്രാവിറ്റിയും തമ്മിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഭൂമിയുടെ മാസ് കൂടുതലാണെങ്കിൽ ഭൂമിയുടെ മാസിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടാവുക. ഓക്കെ, മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റി തീർച്ചയായിട്ടും കൂടും. മാസ് കുറയുമ്പോൾ ഗ്രാവിറ്റി കുറയും. ഇപ്പം ചന്ദ്രനിൽ എന്തുകൊണ്ട് ഗ്രാവിറ്റി കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാസ് കുറവാണ് ചന്ദ്രൻ്റെ. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം നിങ്ങൾ എടുത്തിട്ട് വേറെ ഏതെങ്കിലും പ്ലാനറ്റ്, ഫോർ എക്സാമ്പിൾ ജൂപ്പിറ്റർ നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിൽ ഭൂമിയേക്കാളും 2 ഇരട്ടിയിലധികം ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാസ് കൂടുതലാണ്. ഓക്കെ, സോ മാസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി കൂടും. ദാറ്റ് ഈസ് ദ റൂൾ. ഫൈൻ. സോ ഈ ഗ്രാവിറ്റി ഈ ഒരു റൂള് ചെറുതായിട്ടൊന്ന് മാറുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൂര്യൻ്റെ ഗ്രാവിറ്റി ഇച്ചിരി അങ്ങോട്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ജീവിതം ഇമ്പോസിബിളായി മാറും. കാരണം ഈ സൂര്യൻ്റെ ഗ്രാവിറ്റി കൂടിയാൽ ഭൂമിയിൽ ഒന്നുകൂടി സൂര്യൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും. മനസ്സിലായോ? കുറച്ചും കൂടി അടുത്തേക്ക് പോകും ഗ്രാവിറ്റി കൂടുമ്പോൾ. ഭൂമിയും സൂര്യൻ അടുത്താവും, സ്വാഭാവികമായിട്ടും ചൂട് കൂടും അല്ലേ? നമുക്ക് പിന്നെ എന്തായാലും ചൂട് കൂടി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റില്ല. പിന്നെ ഗ്രാവിറ്റി കുറച്ചും കൂടി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ഭൂമി നേരെ സൂര്യനിലേക്ക് അങ്ങോട്ട് പോകും. സൂര്യൻ വിഴുങ്ങിക്കളയും ഭൂമിയെ. അനദർ പ്രോബ്ലം. ഇനി അതല്ല, ഭൂമി കുറേ ദൂരെയാണ്, സൂര്യൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഭൂമി എന്താവും? ഇപ്പം ഉള്ളതിനേക്കാളും കുറേ അകലേക്ക് പോകും. അകലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുക സ്വാഭാവികമായിട്ടും ചൂട് പറ്റ കുറയും. ചിലപ്പോൾ ഇവിടെ ഐസാവും, ഐസേജ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന കാലയളവ് കൂടും, വർഷം കൂടുതൽ എന്താ പറയുക, കുറച്ചും കൂടി സമയം കൂടും. ഭൂമി അടുത്തേക്ക് വരികയാണെങ്കിൽ തിരിച്ചുമായിരിക്കും, വർഷം ഉള്ള ദിവസമൊക്കെ പിന്നെ കുറയും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു റൂൾ ഓഫ് ഈ ഗ്രാവിറ്റി സെയിം ആണ് എല്ലാ സമയത്തും. ഇങ്ങനെ സെയിം ആവുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ലൈഫ് ഇവിടെ പോസിബിൾ ആവുന്നത് എന്നുള്ളത്. പിന്നെ മറ്റൊരു സാധനമാണ് അനദർ ഫേമസ് കോൺസ്റ്റന്റ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇതും എപ്പോഴും സെയിമാണ്. നോ മാറ്റർ ഹൗ ഫാസ്റ്റ് യു ഗോ, യു ക്യാൻ നെവർ ക്യാച്ച് അപ്പ് ടു എ ബീം ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് എല്ലാ സമയത്തും ഒരേ രീതിയിലാണ് പോകുന്നത്. അപ്പം നമുക്കൊരിക്കലും ഈ ലൈറ്റിൻ്റെ ആ അടുത്തേക്ക് ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല. ലൈറ്റിൻ്റെ ആ സ്പീഡിൻ്റെ അടുത്തേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റൂളാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്.
ആൻഡ് സയൻറ്റിസ്റ്റ് ഹാവ് ടെസ്റ്റഡ് ദിസ് മെനി ടൈംസ്. പക്ഷേ അവരെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. എല്ലാ സമയത്തും റൂൾസ് ഓഫ് ഫിസിക്സ് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള. സോ ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് ദെൻ അനദർ തിങ് നമ്മുടെ ഓദർ പറയുന്നത് ഇതിനകത്ത്, ജുപ്പിറ്ററിനകത്തൊരു വലിയൊരു സ്റ്റോം ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നാണ് അതിന് പറയാം. ഇത് ഒരു 350 വർഷമായിട്ടും അവിടെ ഈ സ്റ്റോം ഇങ്ങനെ ആക്റ്റീവാണ്. ഇപ്പോഴും ആ സ്റ്റോം നിന്നിട്ടുമില്ല. ഇത് ഇവർ പഠിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയത്, സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കിയത്, ഭൂമിയിൽ ഏത് രീതിയിലാണോ സ്റ്റോം ഉണ്ടാവുന്നത്, ഇതേ റീസണൊക്കെ വെച്ചിട്ട് തന്നെയാണ് ജുപ്പിറ്ററിലും ഈ സ്റ്റോം ഉണ്ടാവുന്നത്. സോ ആ ഒരു ലോ ഓഫ് ഫിസിക്സ് എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നു പറയുന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ജുപ്പിറ്ററിലുള്ള ഈ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എങ്കിലും അദ്ദേഹം പറയുന്നു, ഡിസ്പൈറ്റ് ഓൾ ദി ഡിസ്കവറീസ് വി മെയ്ഡ്, ദർ ആർ സ്റ്റിൽ മിസ്റ്ററീസ് ടു സോൾവ് ഇൻ ദിസ് യൂണിവേഴ്സ്. ലൈക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എപ്പോഴും മനസ്സിലാകാത്തൊരു സാധനമാണത്. ഇത് നമുക്ക് വി കാൺ സീ ഓർ ടച്ച് ഓർ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള സ്പേസിനകത്തുള്ള യൂണിവേഴ്സിനകത്തുള്ള ഗ്രാവിറ്റിയാണ് എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന നമ്മൾ കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ, ഗ്രാവിറ്റി ഉള്ള കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ 10% മാത്രമാണ്. ഈ 90% നമ്മൾക്ക് കാണാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് എന്നുള്ള. ഈ യൂണിവേഴ്സിലുള്ള മൊത്തം ഗ്രാവിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ 90% ഗ്രാവിറ്റിയും നമ്മൾ ഇതുവരെ കാണാത്ത എന്തോ ഒന്നിൽ നിന്നാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ദേ കോൾഡ് ഡാർക്ക് മാറ്റർ. ഈ ഡാർക്ക് മാറ്ററാണ് 90% ഗ്രാവിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ കാണാത്ത എന്തോ ഒരു സാധനം ഈ പറയുന്ന എല്ലാത്തിനെയും ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കലി പിടിച്ചു നിർത്തുന്നുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് ഡാർക്ക് മാറ്റർ. സോ ദേ ഹാവൻ ബീൻ ഏബിൾ ടു സീ ദാറ്റ് തിങ് ആൻഡ് so it's still a mystery. They haven't discovered it yet, but we don't know whether they will discover it in the future. നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പം സയൻസ് ഈ ശരിക്കും ഒരു സയൻറ്റിഫിക് ഇതൊരു റെവല്യൂഷൻ തന്നെയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ഒരുപാട് വി ഹാവ് ടു ഗോ എ ലോട്ട് ഫെർദർ. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പം നമുക്കൊരു പക്ഷേ ഇതിൻ്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇത്തരം പല സാധനങ്ങളും നമ്മൾ എന്താ പറയുക ഡിസ്ക്ലോസ് ചെയ്തേക്കാം ഫ്യൂച്ചറിൽ, നമുക്കറിയില്ല. എനിവേ ആസ് ഓഫ് നൗ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് so the laws of physics are like unbreakable rules that work everywhere. Okay, no matter what people believe. Unlike opinions which can change, physics stays the same. So no matter how hard you try, you can't build a machine that runs forever, a time machine or plot without help. Physics won't allow it. ഇപ്പം നമ്മൾ ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും മാറും അല്ലേ, പക്ഷെ ഫിസിക്സിൻ്റെ ലോ ഒരിക്കലും മാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഫിസിക്സിൻ്റെ ലോ നമ്മൾ ഒരിക്കലും ഒരു ടൈം മെഷീൻ ഉണ്ടാക്കാൻ അനുവദിക്കില്ല. ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു മെഷീന് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ദ ലോസ് ഓഫ് ഫിസിക്സ് വോണ്ട് അലോ യു ടു ഡു ദാറ്റ്. ചില ആളുകൾ വായുവിലൊക്കെ ചുമ്മാ നിൽക്കുന്നത്, എയറിൽ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതൊക്കെ, അങ്ങനെയൊക്കെയുള്ള ചില മാജിക്കൊക്കെ കാണിക്കാൻ ആളുകളെ പറ്റിക്കാറുണ്ട്. സോ ഒരിക്കലും അത് പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്. ലോ ഓഫ് ഫിസിക്സ് വോണ്ട് അലോ യു ടു ഡു ദാറ്റ്. ഓക്കെ, സോ ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുകയാണെങ്കിലും the laws of physics won't allow you to. So some people argue the universe always follow the same rule. ആളുകൾ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമെങ്കിലും യൂണിവേഴ്സ് ഒരിക്കലും അത് അനുവദിക്കില്ല. ഇറ്റ് ഓൾവേസ് follows the same rule. Okay, and one another thing, നമ്മുടെ ഫിസിക്സിലുള്ള കോൺസ്റ്റൻസിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത്, കോൺസ്റ്റൻറ്റുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് വിട്ടുപോയ ഒരു സാധനമാണ് ഈ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ഇത് ഫിസിക്സിൻ്റെ റൂൾസ് എല്ലാ സമയത്തും ഒരേപോലെയാണ്. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സ് മൊത്തത്തിലാകെ മാറിപ്പോകും. പിന്നെ ലൈഫൊന്നും ചിലപ്പോൾ പോസിബിൾ ആയിക്കോളാം. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റിയുടെ കാര്യം പറഞ്ഞു, ബിഗ് ജി അത് മാറിക്കഴിഞ്ഞാൽ തന്നെ മൊത്തം ആകെ കയോട്ടിക് ആവുമെന്ന് ഞാൻ പറഞ്ഞു.
ഗ്രാവിറ്റി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പല പ്ലാനറ്റുകൾ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഈ ആറ്റത്തിൻ്റെയൊക്കെ ഈ ആറ്റത്തിൻ്റെ ചുറ്റും അതിൻ്റെ ആറ്റത്തിൻ്റെ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു എനർജിയാണ് ഈ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. ഇത് കോൺസ്റ്റന്റ് ആണല്ലോ, ഈ ഫൈൻ സ്ട്രക്ചർ ഈസ് കോൺസ്റ്റന്റ്. ഇത് മാറിക്കഴിഞ്ഞാലും ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് അവിടെ നിൽക്കില്ല. അതുപോലെ തന്നെ ലൈറ്റ് ഈ ആറ്റങ്ങൾ അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലും പല ഡിഫറൻസും ഉണ്ടാവും. അപ്പം ഇതും യൂണിവേഴ്സ് ചിലപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ തന്നെ യൂണിവേഴ്സും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. ഇതിനകത്ത് ഈ ഫൈൻ സ്ട്രക്ചറിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും ദിസ് യൂണിവേഴ്സ് വിൽ ബിക്കം എക്സ്ട്രീംലി chaotic and different, entirely different from what it is now. Okay, and so we are moving to the last slide here. And so ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എസ്സേ അവസാനിപ്പിക്കുന്നത്. അവസാനമായിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഫണ്ണി സ്റ്റോറി അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഓദർ Neil deGrasse Tyson tells a funny story to show that the rules of physics work everywhere. He ordered once a hot cocoa with whipped cream, but when it arrived there was no whipped cream. The waiter claimed that the whipped cream had sunk to the bottom, even though whipped cream is so light that it should float. ഒരു ദിവസം അദ്ദേഹം ഒരു ടീ ഷോപ്പിൽ നിന്നോ കോഫി ഷോപ്പിൽ നിന്നോ ഇദ്ദേഹം ഒരു കൊക്കോ ഓർഡർ ചെയ്തു. അതിനകത്ത് വിപ്ഡ് ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് അദ്ദേഹം ഓർഡർ ചെയ്തത്. പക്ഷേ ഈ വെയിറ്റർ ഒരു പക്ഷേ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ മറക്കോ എന്തോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത് ചോദിച്ചു, ഈ ക്രീം എവിടെയെന്ന് ചോദിച്ച സമയത്ത് ആ വെയിറ്റർ പറഞ്ഞു അത് താഴോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് സംഭവം അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് അറിയാം. സോ ഈ ഒരു റൂൾ ഓഫ് ഫിസിക്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് താവാൻ പാടില്ല, പൊന്തി നിൽക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ വെയിറ്ററോട് കുറച്ച് ക്രീം കൊണ്ടുവരാൻ പറഞ്ഞു, അതിൻ്റെ മേലെ ഇടാൻ പറഞ്ഞു. ആ സമയത്ത് ഇത് പൊന്തി നിൽക്കുന്നു. ഇറ്റ് വാസ് ഫ്ലോട്ടിങ് ഓൺ ടോപ്പ്. സോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്തരം ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരം എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയിട്ട് ഇത് നമുക്ക് ഫിസിക്സിനെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലോസ് ഓഫ് സയൻസിനെ എപ്പോഴും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാ സമയത്തും ഒരേപോലെയാണ്. മനസ്സിലായോ? അത് ഇവിടെ നമ്മൾ പരീക്ഷിച്ചപ്പോൾ ഡിഫറെൻറ്റ്, വേറെ സ്ഥലത്ത് പോയപ്പോൾ ഡിഫറെൻ്റ് ആവുന്നില്ല. എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നാൽ വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമുക്കും ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് സ്റ്റോറി ഷോസ് ദാറ്റ് നോ മാറ്റർ വെർ യു ആർ, ദ സെയിം ഫിസിക്കൽ ലോസ് അപ്ലൈ ആൻഡ് യു ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ ദം ടു ബി ട്രൂ. അപ്പോൾ ഈ ഒരു ഇത്തരം ഫിസിക്സിനെ നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും. സോ ബേസിക്കലി ഈ ഒരു എസ്സേ പറയുന്നത് ഇതാണ്, റൂൾസ് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് സയൻസ് ഈസ് സെയിം ഓൾവേസ്, എവ്രിവെയർ ഇറ്റ്സ് സെയിം, ആൻഡ് എല്ലാ കാലത്തും ഇത് ഒന്നായിരിക്കും എന്നുള്ളതാണ്. That is what the essay is trying to say. So hope you understood this, and then also planning to add the questions and answers. ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസറും ഇതിൻ്റെ ശേഷം ഇതിനകത്ത് ആഡ് ചെയ്യാം, so which you can pause and read. Okay, so that's all. Thank you.